നമസ്കാരം. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ക്രിസ്മസ് ആഘോഷത്തിലാണ്. മറുനാടിന്റെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസ് ആശംസകൾ. ദേവാലയങ്ങളിൽ ഭക്തി നിർഭരമായ തിരുപ്പിറവി ശുശ്രൂഷകൾ നടന്നു. ആഘോഷങ്ങൾക്കൊപ്പം തന്നെ സമകാലിക സാഹചര്യങ്ങളെ മുൻനിർത്തിയുള്ള സഭാധ്യക്ഷന്മാരുടെ നിർണായകമായ ക്രിസ്മസ് സന്ദേശങ്ങളും ശ്രദ്ധേയമായി. വിശ്വാസ തീക്ഷ്ണതയോടെ ലോകം രക്ഷകന്റെ തിരുപ്പിറവി ആഘോഷിക്കുമ്പോൾ പ്രത്യാശയും ഒപ്പം നിലവിലെ സാമൂഹിക സാഹചര്യങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളും പങ്കുവച്ച് സഭാധ്യക്ഷന്മാർ ക്രിസ്മസ് സന്ദേശം നൽകി. കേരളത്തിലെ വിവിധ ദേവാലയങ്ങളിൽ നടന്ന ശുശ്രൂഷകളിൽ സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശങ്ങൾക്കൊപ്പം തന്നെ വിശ്വാസികൾ നേരിടുന്ന വെല്ലുവിളികളും ചർച്ചയായി. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് മലങ്കര കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയസ് ക്ലീമിസ് കത്തോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്രിസ്മസ് ദിനത്തിന്റെ പ്രാധാന്യം കുറയ്ക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം സന്ദേശത്തിൽ കുറ്റപ്പെടുത്തി. ക്രിസ്മസിന്റെ പൊലിമ നശിപ്പിക്കാൻ ഇതേ ദിവസം മറ്റ് ആഘോഷങ്ങൾ പ്രഖ്യാപിക്കുന്നത് ഇതിന്റെ ഭാഗമാണെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. ഭയപ്പെടുത്തിയും മർദ്ദിച്ചും വിശ്വാസത്തെ അടിച്ചമർത്താൻ നോക്കുന്നവർക്ക് മുൻപിൽ പതറില്ലെന്നും യേശുവിന്റെ നാമം ഭൂമിയിൽ നിന്ന് മാറ്റാൻ ദൈവത്തിനല്ലാതെ മറ്റാർക്കും കഴിയില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വെറുപ്പ് പടർത്തുന്നവർക്കും ഭരണാധികാരികൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ക്രിസ്മസ് ദിനത്തിന്റെ വിശുദ്ധിയും പ്രാധാന്യവും തകർക്കാൻ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം തന്റെ സന്ദേശത്തിൽ ഓർമ്മിച്ചു. ക്രിസ്മസ് വേളയിൽ ബോധപൂർവം മറ്റ് ആഘോഷങ്ങൾ പ്രഖ്യാപിക്കുന്നത് ഇതിന്റെ ഭാഗമാണ്. അടിച്ചമർത്താനും ഭയപ്പെടുത്താനും ശ്രമിക്കുന്നവർക്ക് യേശുവിന്റെ നാമത്തെ ഇല്ലാതാക്കാൻ കഴിയില്ലെന്നും വെറുപ്പിന്റെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവർക്കും ഭരണാധികാരികൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നടന്ന ചടങ്ങുകൾക്ക് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ നേതൃത്വം നൽകി. ക്രൈസ്തവർക്ക് നേരെ വർദ്ധിച്ചുവരുന്ന ആക്രമണങ്ങളിൽ അദ്ദേഹം വേദന രേഖപ്പെടുത്തി. ക്രിസ്തു ഹൃദയങ്ങളിലാണ് പിറക്കുന്നതെന്നും സമാധാനമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കൊല്ലം പുനലൂർ ഇടമൺ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ നടന്ന എൽദോ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് മലങ്കര മെത്രാപ്പോലീത്ത ബസേലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ നേതൃത്വം നൽകി. സ്നേഹത്തിലൂടെയും സഹവർത്തിത്വത്തിലൂടെയും ലോകത്ത് സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന സന്ദേശമാണ് എല്ലാ സഭാധ്യക്ഷന്മാരും വിശ്വാസികൾക്ക് നൽകിയത്. ലോകത്തിന് മുഴുവൻ പ്രകാശമായി മാറിയ രക്ഷകന്റെ ജനനം മനുഷ്യർ തമ്മിലുള്ള സാഹോദര്യം വർദ്ധിപ്പിക്കാൻ പ്രചോദനമാകണമെന്നും സഭാ അധ്യക്ഷന്മാർ സന്ദേശത്തിലൂടെ ആഹ്വാനം ചെയ്തു. എന്തായാലും സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സന്ദേശമുണർത്തി ഇന്ന് എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ജനത ക്രിസ്മസ് തിരക്കിലാണ്. ക്രിസ്മസിനോടനുബന്ധിച്ച് തിരുവനന്തപുരത്തെ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുർബാനയും നടന്നു.